ഈ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പാലക്കാട്ടെ MLA പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, MLA-മാരും മന്ത്രിമാരും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനേ പാടില്ല എന്ന നിലപാട് ഒരു കാലത്തും നാം സ്വീകരിച്ചിട്ടില്ല. മത്സരിക്കാം, ജനപ്രാതിനിധ്യ നിയമപ്രകാരവും അതിന് തടസ്സമില്ല. പക്ഷേ ഈ നാടിന് ചില അനുഭവങ്ങളുണ്ട്, ഒരു ചരിത്രമുണ്ട്. അതെന്താണ്? ഏതെങ്കിലും ഒരു MLA, ഒരു മന്ത്രി ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് കൈവിട്ടുപോയ ഒരു മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള അത്ര പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പിലാണ്, അല്ലേ? അങ്ങനെയാണ് മത്സരിച്ചിട്ടുള്ളത്. ആലത്തൂരിൽ മന്ത്രി രാധാകൃഷ്ണൻ മത്സരിച്ചത് ഇടതുപക്ഷത്തിന് കൈവിട്ടുപോയ ആ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്ന രാഷ്ട്രീയ ദൗത്യവുമായാണ്. പാലക്കാട്ടെ MLA വടകരയിൽ പോയി മത്സരിച്ചതോ കോൺഗ്രസിന് കൈവിട്ടുപോയ മണ്ഡലം പിടിക്കാനാണോ? കോൺഗ്രസിന്റെ MP അല്ലേ അവിടെ ഉണ്ടായിരുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അല്ലേ ജയിച്ചത്? കെ മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തുടർച്ചയായി ജയിക്കുന്ന ഒരു മണ്ഡലം, 10,000-കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷം. കെ മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു, പ്രചരണം ആരംഭിച്ചു, മുന്നോട്ട് പോയി. പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പാലക്കാട്ടെ MLA-യെ നിയോഗിച്ചു. എന്തിന്? കെ മുരളീധരനെ തൃശൂരേക്ക് കൊണ്ടുപോയി. എന്തിന്? അതിന്റെ പിന്നിൽ അധാർമികമായ ഒരു രാഷ്ട്രീയ കച്ചവടമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലായി. തൃശൂരിൽ BJP-യും കോൺഗ്രസും ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടു. കച്ചവടം ലളിതം. 1,00,000 വോട്ട് കോൺഗ്രസ് BJP-ക്ക് കൊടുക്കും. 1,00,000 വോട്ട്. താമരയടയാളത്തിൽ BJP-ക്ക് ഒരാളെ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചു കൊടുക്കും. പകരം കേരളത്തിലെ മറ്റു പല മണ്ഡലങ്ങളിലും BJP തിരിച്ച് കോൺഗ്രസിനെ പിന്തുണയ്ക്കും. ഇതായിരുന്നു കരാർ. ആ കരാറിന്റെ വേദിയിലേക്ക് ഒരു ബലിയാടായി കൊണ്ടുപോയി മുരളീധരനെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വടകരയിൽ നിന്ന് എന്തിന് കെ മുരളീധരനെ തൃശൂരേക്ക് കൊണ്ടുപോയി? അതാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ശക്തി. തൃശൂരിൽ 1,00,000 വോട്ട് BJP-ക്ക് വിറ്റ് അവരെ ജയിപ്പിക്കുമ്പോ അവിടെ കോൺഗ്രസിന് ഒരു ബലിയാടിനെ വേണം. അങ്ങനെയെങ്കിൽ ആ ബലിയാട് കെ കരുണാകരന്റെ മകൻ തന്നെയാവട്ടെ എന്ന് VD സതീശന്റെയും സുധാകരന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസിൽ തീരുമാനിക്കുന്നു. ഈ കഥ എന്നറിയാതെ മുരളീധരൻ അവിടെ പോയി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 86,000 വോട്ട് കോൺഗ്രസ് BJP-ക്ക് സുഗമമായി കൈമാറി. ഇടതുപക്ഷത്തിനോ ഒരൊറ്റ വോട്ട് നമുക്ക് കുറഞ്ഞില്ല. 16,000-ൽ പരം വോട്ട് കൂടുതലായി പിടിച്ചു. എന്തു കാര്യം? 16,000-ൽ പരം വോട്ട് കൂടുതലായി നാം പിടിക്കുമ്പോ 86,000 വോട്ട് കോൺഗ്രസ് BJP-ക്ക് വിറ്റു. 73,000 വോട്ടിന് BJP ജയിച്ചു. കോൺഗ്രസ് തോറ്റു എന്ന് മാത്രമല്ല, ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുണ്ടായതിനു ശേഷം തൃശൂരിന്റെ മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയി. കെ മുരളീധരൻ അപമാനിതനായി, ദയനീയമായി പരാജയപ്പെട്ടു. DCC ഓഫീസിൽ കൂട്ടത്തല്ലുണ്ടായി. ഒട്ടനവധി നേതാക്കന്മാർക്ക് പരിക്കേറ്റു. ചിലരോടി രക്ഷപ്പെട്ടു. DCC ഓഫീസ് അടച്ചുപൂട്ടി. കെ മുരളീധരൻ പറഞ്ഞു, ഞാൻ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞു.